ഒന്നാമത്തെ പ്രവചനം, ലോകമെമ്പാടും വലിയൊരു സാമ്പത്തിക മാന്ദ്യം പിടിപ്പെടും എന്നുള്ളത് തന്നെയാണ്. അത് എന്ത് കാരണങ്ങൾ കൊണ്ടുമാവാം. യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം, വാട്ടെവർ, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് സാമ്പത്തിക മാന്ദ്യം വലിയ രീതിയിൽ വരാൻ പോകുന്നുണ്ട്. യൂറോപ്പിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്. യൂറോപ്പ് അതീവ ദാരിദ്ര്യത്തിലേക്ക് പോകും. ലോകം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്, അതായത് ഈ 2026. അടുത്ത പ്രവചനം നോക്കാം നമുക്ക്. അടുത്ത പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും സൈനിക സംഘർഷങ്ങൾ, പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടും. അതായത് ഒരുപാട് സൈനിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറോപ്പ് റഷ്യ തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീപ്പൊരി മതി. ഇപ്പോൾ പോളണ്ടിൽ തന്നെ 40,000 സൈനികരെ അണിനിരത്തി കഴിഞ്ഞു ഇതിനോടകം തന്നെ. UK യിലെ 2 ആഴ്ച മുമ്പ് അവിടുത്തെ പട്ടാള മേധാവി, അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ ജനങ്ങളോട് അതീവ സുരക്ഷയിൽ, അതായത് യുദ്ധത്തിന് തയ്യാറെടുക്കാനുള്ള മുൻകരുതൽ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വലയെ കടൽ മാർഗവും ഉപരോധിച്ചുകൊണ്ട് അമേരിക്കയും, ഏഷ്യയിൽ തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈനയും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകം ഇന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകം ഇന്നൊരു മരുന്ന് കുറ്റിയുടെ മുകളിലാണ് ഇരിക്കുന്നത്.